2021 ഗുരുവായൂരിൽ മുസ്ലിം ലീഗും ബിജെപിയും തമ്മിൽ ഡീൽ നടന്നുവെന്ന ആരോപണവുമായി മുൻ കോൺഗ്രസ് നേതാവ് പി യതീന്ദ്രദാസ്. ഡീൽ നടത്താൻ മുൻകൈയെടുത്തത് നിലവിലെ ലീഗ് സ്ഥാനാർത്ഥിയായ CH റഷീദാണെന്നും ബിജെപി നേതാവ് നിവേദിതയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് UDFും ലീഗും ബിജെപിയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരമെന്നും യതീന്ദ്രദാസ് പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. CH റഷീദ് 60ഓളം ബൂത്തുകളിൽ BJP പ്രവർത്തകർക്ക് നൽകാനാണെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും CH റഷീദിന്റെ സ്വന്തം സഹചാരിയുമായ R.A. അബൂബക്കർ പോയിട്ടാണ് രാത്രി ഈ പണം കൊണ്ടുവന്ന് ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ തന്നെ BJPയുമായി ഇവർക്കുള്ള ഡീലാണ് സൂചിപ്പിക്കുന്നത്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേർന്നു. ലെവിനെ, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് അല്ലെങ്കിൽ ഒരു വാക്കാണ് ഡീൽ എന്നുള്ളത്. പലയിടങ്ങളിലും ഡീൽ ആരോപണം. ഈ ഡീൽ ആരോപണം ആദ്യം തുടങ്ങി വെച്ചതേ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പാലക്കാട്ട് ഒരു ഡീല് പറഞ്ഞിട്ട് പിന്നീട് പലയിടങ്ങളിലെയും ഡീൽ അദ്ദേഹം പറഞ്ഞു. പിന്നീട് അത് മറ്റ് മുന്നണികളും ഏറ്റെടുക്കുകയുണ്ട്. അടുത്ത ഏറ്റവും ഒടുവിൽ ഗുരുവായൂരിൽ എന്താണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പറയുന്ന കാര്യങ്ങൾ? പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ ഏറ്റെടുത്തുകൊണ്ട് ഗുരുവായൂരിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി CH റഷീദ് കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചിരുന്നു. 2021 CPM-ഉം BJPയും തമ്മിൽ വലിയ ഡീല് നടന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് NK അക്ബർ നിലവിലെ സിറ്റിംഗ് MLA-ക്ക് അവിടെ ജയിക്കാനായത് എന്നുള്ളതായിരുന്നു റഷീദിന്റെ ആരോപണം. അന്ന് തന്നെ ആരോപണത്തെ തള്ളി CPM രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മുൻ DCC ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അന്ന് 2021 കോൺഗ്രസ് UDFന്റെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിച്ചിരുന്നയാളുമായി P. യതീന്ദ്രദാസ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത് 2021 മുസ്ലിം ലീഗും BJPയും UDFും തമ്മിൽ ഡീൽ നടന്നുവെന്നുള്ളതാണ് യതീന്ദ്രദാസ് വെളിപ്പെടുത്തുന്നത്. അതിന് താൻ കൂടി പങ്കാളിയാണ്, അല്ലെങ്കിൽ താൻ കൂടി ആ ചുമതലപ്പെട്ടിരുന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളാണ് തനിക്ക് വ്യക്തമായി അറിയാമെന്നുള്ളതാണ് യതീന്ദ്രദാസ് പറയുന്നത്. പ്രവർത്തകർക്ക് BJP നേതാവ് നിവേദിതയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയത് UDFും BJPയും തമ്മിലുണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണെന്നുള്ളതാണ് പറയുന്നത്. ഡീൽ നടത്താൻ മുൻകൈയെടുത്തത് നിലവിൽ സ്ഥാനാർത്ഥിയും അന്നത്തെ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ CH റഷീദ് ആയിരുന്നു എന്നുള്ളതാണ് യതീന്ദ്രദാസ് വെളിപ്പെടുത്തുന്നത്. BJP പ്രവർത്തകർക്ക് നൽകാൻ 60ഓളം ബൂത്തുകളിലായി നൽകാൻ കുഞ്ഞാലിക്കുട്ടി PK കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിൽ നിന്നും 40 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയതിനു ശേഷം ഈ CH റഷീദ് BJP പ്രവർത്തകർക്ക് പണം കൈമാറി വിതരണം ചെയ്തു എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഈ യതീന്ദ്രദാസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. 2000 UDFന് കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ചാവക്കാട് നഗരസഭയിൽ BJP നേതാവുമായി ചേർന്നുകൊണ്ടുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ട് അവിടെ ഭരണം പിടിക്കാനുള്ള ശ്രമം നടത്തിയതും ഇതേ ഡീലിന്റെ ഭാഗമാണ്. അതിനുവേണ്ടി അന്ന് പ്രയത്നിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം താനും ഈ പറയുന്ന യതീന്ദ്രദാസും അതോടൊപ്പം തന്നെ നിലവിലെ ലീഗ് സ്ഥാനാർത്ഥിയായ CH റഷീദും തമ്മിലായി കൂടിച്ചേർന്നായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. തൃശൂരിലെ മുൻ DCC ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലം വർക്കിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യതീന്ദ്രദാസ് ഈ ആരോപണം ഉന്നയിക്കുന്നത് CH റഷീദിനെയും കോൺഗ്രസിനെയും ലീഗിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഡീൽ ആരോപണത്തെ അതേ നിലയിൽ തന്നെ പ്രതിരോധിക്കുകയാണ് LDF തൃശൂരിൽ. അത് ഗുരുവായൂർ മണ്ഡലത്തിലെ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് സഹിതമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് P. യതീന്ദ്രദാസിലൂടെ LDF പ്രതിരോധമുയർത്തുന്നത്. നേരത്തെ കോൺഗ്രസിൽ നിന്നും പിണങ്ങി ഈ സ്ഥാനം രാജിവെച്ചിരുന്ന യതീന്ദ്രദാസ് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF പിന്തുണയോടുകൂടി ഗുരുവായൂർ നഗരസഭയിലെ കൌൺസിലറായി മാറിയിരുന്നു. അതിനുശേഷം CPM-ഉമായും LDF-ഉമായി സഹകരിച്ചാണ് യതീന്ദ്രദാസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറയുന്ന ആരോപണങ്ങൾ ഗുരുതരമാണ്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ഈ KNA ഖാദറിന് വേണ്ടി പണം ചെലവഴിക്കൂ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുമായി ഡീലുണ്ടാക്കാനുള്ള ശ്രമങ്ങളും ഈ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്നുണ്ടായ ഡീൽ യാഥാർത്ഥ്യമായതിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ BJP സ്ഥാനാർത്ഥിയും ഇന്നത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള നിവേദിത സുബ്രഹ്മണ്യന്റെ പത്രിക തള്ളിയെന്നും ഇതിനുവേണ്ടി BJP പ്രവർത്തകർക്ക് നിലവിലെ ലീഗ് സ്ഥാനാർത്ഥി CH റഷീദ് പണം നൽകിയത് എന്നുമാണ് യതീന്ദ്രദാസ് വെളിപ്പെടുത്തുന്നത്.